നമ്മുടെ സിബിന്റെയും ദിയയുടെയും ഒരു വോയിസ് ഇപ്പൊ ഇന്റർവ്യൂ വോയിസ് കറങ്ങി നടക്കുന്നുണ്ട്. അപ്പം സിബിന്റെ ഓൾറെഡി 2-3 വീഡിയോ ഞാൻ എടുത്ത് കീറിയിട്ടുള്ളതാണ്. ഇതിനകത്ത് ഇപ്പൊ എനിക്ക് തോന്നി ഇത് വഴിയെ പോയ വയ്യാവേലി തിരിച്ചു കാണിച്ച മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. കുറയ്ക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ട് കുത്താന്നുള്ളത്. അപ്പൊ നമുക്ക് ആ വോയിസ് ഒന്ന് രണ്ടുപേരുടെയും വോയിസ് ഒന്ന് കേൾക്കാം. മഴ സമയത്താണ് കൂണ് വരുന്നത്, മഷ്റൂംസ്. അതുപോലെ ബിഗ് ബോസിൽ മാത്രം വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ദിയാസന പറയുന്നു, സിപിൻ മോൻ ഉണ്ടായിരുന്നത് വിട്രോവൽ സിൻഡ്രോം ആണ്, ഒരു മെന്റലും അല്ല, ഒന്നുമല്ല. കള്ള് കിട്ടാതെ വന്ന സമയത്തുണ്ടായ ഇത് ലാലേട്ടൻ ഒന്ന് പിടിച്ച് കുടഞ്ഞപ്പോ നല്ല രീതിയിൽ ഒന്ന് ഷിവറിംഗ് ഒക്കെ വന്ന് മറ്റേ കയ്യിൽ നിന്ന് പോയി കിളി പോകൂലേ ആ സാധനം, അത് വന്നതാണ്. അപ്പൊ ഈ അടുത്ത സമയത്ത് നീ അടിച്ച് പിമ്പായിക്കൊണ്ടിരുന്നിട്ടല്ലേ, ഫിറ്റായിക്കൊണ്ടിരുന്നിട്ടല്ലേ അതിനകത്തിരുന്നോണ്ട് ദിയാസന ജാസ്മിന്റെ PR എന്നൊക്കെ വിളിച്ച് പറഞ്ഞത്. എടാ ജാസ്മിന്റെ വാപ്പാടുത്ത് മറ്റേ എയർപോർട്ടില് ചെന്ന് കാല് പിടിച്ച് പട്ടികളെ പോലെ മോങ്ങിയിട്ട് നീ എന്തൊക്കെ പ്രകടനം നീയും മറ്റേ ആരെയും കൂടെ വന്ന് ലൈവിൽ വന്ന് നടത്തി. എടാ നാണം ഉണ്ടാടാ നിനക്ക്? ഒരു പെണ്ണിനെ ആക്രമിച്ചുകൊണ്ട് നീ ഹീറോ ആയി. ശരി, അത് ഇവിടത്തെ സിസ്റ്റം അങ്ങനെയാണ്, പിന്നെ പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇപ്പൊ സിബിൻ മോനെ അങ്ങ് കളിച്ചു അങ്ങ് തിരുവനന്തപുരത്ത് സിബിൻ മോന്റെ കുടുംബത്തിനുള്ളവരെ പണിയല്ല സിബിൻ മോനെ ദിയാസിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഴക്കാലത്ത് വരുന്ന മഷ്റൂം അല്ലെങ്കിൽ കൂണ്, ഇതാണ് ബിഗ് ബോസിലെ ചില കൂണുകളാണ് എന്നുള്ള രീതിയിൽ സിബിന്റെ ഒരു ടോക്ക് കണ്ടു. അപ്പം പൊന്നു സിബിനെ, ഈ ദിയാസന എന്നൊക്കെ പറഞ്ഞാൽ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. അവർ അത്യാവശ്യം നല്ല രീതിയിൽ റേഞ്ചുള്ള ഒരു സ്ത്രീയാണ്, തെറ്റുകൾക്കെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. സിബിന്റെ 2-3 സംഭവങ്ങൾ ഞാൻ സംസാരിച്ചു, വീഡിയോ എടുത്തിട്ട് ഞാൻ 2-3 കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജാസ്മിനെതിരെ സംസാരിക്കരുതെന്ന് പറഞ്ഞു. ആൻഡ് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ സിബിൻ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ജാസ്മിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പുറത്ത് വെച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് പോയി സംസാരിക്കേണ്ട ആവശ്യമില്ല, ഒന്നാമത്. പിന്നെ മഴക്കാലത്തെ കൂണാതൊന്നും പറയണ്ട. ദിയാസന, സാബുചേട്ടൻ, പേളി, രഞ്ജിനി, ഹരിദാസ്, അതേപോലെ ശ്വേത, അങ്ങനെ അതിനുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ബിഗ് ബോസിന്റെ മൂത്താപ്പന്മാരാണെന്ന് ഞാൻ പറയും. കാരണം ഇവരാണ് ഈ സംഭവം തുടങ്ങി വെച്ചത്. അപ്പൊ സിബിനേക്കാളും നന്നായിട്ട് ഇവർക്ക് അറിയാം. ദേ നോ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ബിഗ് ബോസ്. ആൻഡ് ദിയാസനയൊക്കെ ഇതിനകത്ത് വളരെ അറിയുന്ന വ്യക്തിയാണ്. അപ്പോൾ ദിയാസനയെ ഭയങ്കര തേച്ചൊട്ടിക്കുന്ന രീതിയിൽ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ചാനലിനെ മോശമായിട്ട് സിബിൻ സംസാരിക്കുന്നു, ദിയാസനയെ മോശമായിട്ട് സംസാരിക്കുന്നു, നോറയെ മോശമായിട്ട് സംസാരിക്കുന്നു. നോറ എന്ത് മെസ്സേജാണ് ബിഗ് ബോസിൽ കൊടുത്തതെന്നാണ് പറഞ്ഞത്. താങ്കൾ എന്ത് മെസ്സേജാണ് ബിഗ് ബോസിൽ കൊടുത്തത്? ചില കാര്യങ്ങളൊക്കെ താങ്കൾ പറയുന്നത് നമുക്ക് ഓക്കെ ചിന്തിക്കാൻ പറ്റും, ഇതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തേക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് സെൽഫ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം അവിടെ നിന്ന് ഇവിടുന്ന് അറിഞ്ഞ പണിയും ബാക്ക് സ്റ്റാബും ടാസ്കും അവിടുത്തെ ഒരു വൈബൊക്കെ വെച്ച് നോക്കുമ്പോൾ പുറത്ത് ഒരു ഒലക്കമലത്തെ മെസ്സേജും കൊടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ സിബിൻ കാണിച്ചു വെച്ചത് കുറയ്ക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ട് കുത്തിയിട്ട് ദിയയുടെ വായിലിരിക്കണം മുഴുവനും ചോദിച്ചു വാങ്ങിച്ചു കേട്ടു എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പത്തെ ഇതിലും നിങ്ങൾ രണ്ടുപേരും ആര്യയും സിബിനും വന്നിട്ട് വീഡിയോയിൽ ലൈവിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ പറഞ്ഞതും ദിയ ഇപ്പൊ പറയുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതേപോലെ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ മറ്റുള്ളവരെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ നിൽക്കുന്നത്? ആൻഡ് ദിയ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വിഡ്രോവൽ സിംറ്റം ആണെന്നുള്ളത്. അപ്പോ ലൈക്ക് നമ്മളെല്ലാവരും കണ്ടതാണ് സിബിൻ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ആൻസൈറ്റി വരുന്നതും വിറയിൽ വരുന്നതും സ്വെറ്റ് ആവുന്നതും പുറത്തേക്ക് പോകണമെന്നും പറഞ്ഞ് ഒച്ചപ്പാട് ഉണ്ടാക്കിയതൊക്കെ. ആൻഡ് സിബിൻ പറയുന്നുണ്ട് പേളി കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി, മാരാർ കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെ അവരൊന്നും പുറത്താക്കിയില്ലല്ലോ, എന്നെ എന്താ പുറത്താക്കിയെന്ന്. അപ്പൊ എനിക്ക് ആലോചിച്ചിട്ട് തോന്നുന്നത് ദിയ പറഞ്ഞ മാതിരി വിഡ്രോവൽ സിംറ്റം കാണിച്ചുകൊണ്ടായിരിക്കും പുറത്താക്കിയിട്ടുണ്ടാവുക. കാരണം ഇതൊരു സർവൈവൽ ഗെയിമാണ്, ഇതൊരു മൈൻഡ് ഗെയിമാണ്. ഇതിന്റെ ഉള്ളിലൂടെ തള്ളിക്കയറി ചെന്ന് കൊടുക്കുന്ന എല്ലാവർക്കും അറിയാം ഇതിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. അതറിയെങ്കിൽ പിന്നെ കയറി കൊടുക്കാൻ നിൽക്കരുത്. ഓക്കെ, ഈ വിഡ്രോവൽ സിംറ്റം എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞാലും ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഡ്രഗ്സ് അതിപ്പം എന്താണെങ്കിലും അത് ഒരു അഡിക്റ്റ് ആയിട്ട് അത് കിട്ടാതെ വരുമ്പോൾ ഒരാൾക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൽ ആൻസൈറ്റി വരാം, ഡിപ്രഷൻ വരാം, സ്വെറ്റിംഗ് വരാം, മസിൽ പെയിൻ വരാം, അതേപോലെ സെൽഫ് ഹാം, അവർ നമ്മളെ സെൽഫ് ഇഞ്ചുറി ചെയ്യും, അവരെ തന്നെ ഇഞ്ചുറി ചെയ്യും. പിന്നെ അതേപോലെ എങ്ങനെ ഈ ആളെ റിയാക്ട് ചെയ്യുന്നു പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ അപ്പോൾ ആരും പറഞ്ഞിട്ടില്ല ഇതേവരെ. ഇപ്പൊ മെഡിസിൻ തന്നു എന്നെ മയക്കാൻ നോക്കി, മാരാര് വരെ തന്നെ പറ്റി സംസാരിച്ചെന്നുണ്ടെങ്കിലും ദിയയുടെ വായിൽ നിന്നാണ് ഇതിപ്പോ വിഡ്രോവൽ സിംറ്റം ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. അതിന് അഗൻസ്റ്റ് ആയിട്ട് സിബിന്റെ വോയിസും വന്നിട്ടില്ല. പിന്നെ സിബിൻ ദിയ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ സിബിൻ പറയുന്നുണ്ട്. ദിയയുടെ ജീവിതം ദിയ ജീവിക്കട്ടെ. വൈ ഷുഡ് യു ബോദർ ബ്രോ? ഇപ്പൊ ചാനലിനെ മോശമായിട്ട് സംസാരിക്കുന്നു, കേസ് കൊടുക്കാൻ പറഞ്ഞു, ഞാനടക്കം പറഞ്ഞു പ്രിസ്ക്രിപ്ഷൻ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ സിബിൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇറ്റ്സ് എ ബിഗ് ഷോട്ട്, അവരായിട്ട് മുട്ടി നിൽക്കാൻ പറ്റില്ല എന്നാണ്. അവരായിട്ട് മുട്ടി നിൽക്കാൻ, ലീഗലി മുട്ടി നിൽക്കാനുള്ള നട്ടലില്ലെങ്കിൽ ഇല്ല ഇന്റർവ്യൂവിൽ മുഴുവനും കയറി നടന്ന സിബിൻ എന്തിനാണ് അവരെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ചാനലിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് നാട്ടുകാരെല്ലാം അറിയിക്കാൻ വേണം. ഇവിടെ ലോയും കാര്യങ്ങൾ ഉണ്ടായിട്ട് അവിടെ പോവാത്തത് എന്താ
എന്താന്ന് ചോദിക്കുമ്പോൾ പറയുന്ന കാര്യമാണ് ഇത് ബിഗ് ഷോട്ട് ആണെന്നുള്ളത്. പിന്നെ ജാസ്മിന്റെ കേസ്, ജാസ്മിന്റെ വാപ്പോട് കരഞ്ഞു മെഴുകി പണ്ടാരടങ്ങി എന്നാണ് ദിയ പറയുന്നത്. പക്ഷെ ലൈവിൽ വന്നത് എന്താണ്? അപ്പോൾ ബിഗ് ബോസ് ആളുകളെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞ മാതിരി ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് ആയ സിബിൻ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് എന്തൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദിയ എന്നൊക്കെ പറയുന്നത് എനിക്കും ദിയെ പേഴ്സണലി അറിയുന്ന ഒരു വ്യക്തിയാണ്, തെറ്റും തെറ്റിയെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ സിബിനെതിരെ ഏഷ്യാനെറ്റുകാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിയ അത് സംസാരിക്കും. ദിയയ്ക്ക് അതിനുള്ള ഗെറ്റ്സ് ഉണ്ട്, ദിയയ്ക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ വെറുതെ എന്തിനാ മര്യാദയ്ക്ക് പോകുന്ന ആൾക്കാരെ പുറകെ നടന്നിട്ട് ഈ സ്വന്തം കുഴി വാരുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വിഡ്രോവൽ സിംറ്റം കൊണ്ടാണ് പുറത്താക്കിയത്, അതാണ് സത്യാവസ്ഥ എന്നുണ്ടെങ്കിൽ സിബിൻ കാണിച്ചു മുഴുവനും ചെറ്റത്തനാണ്. ആൻഡ് ബിഗ് ബോസ് ബിഗ് ഷോട്ട് എന്ന് പറഞ്ഞ മാതിരി പ്യുവർലി ബിസിനസ് ആണ്. അവിടെ കിടന്ന് ആരെന്ത് തലകുത്തി മറിഞ്ഞാലും എന്ത് കമന്റ് ഇട്ടാലും മണി ഡീലാണ്, അത് അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അപ്പം ഇതിനകത്ത് ഇപ്പൊ പല കാര്യങ്ങളും ചിന്തിക്കും. ഇപ്പൊ ജിൻഡോന് മരുന്ന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പനിയുടെ മരുന്നാമന് തരുന്നത് എന്ത് മരുന്നാണെന്ന് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. താങ്കൾ അതിന്റെ ഉള്ളിൽ പോയി അനുഭവിച്ച സംഭവത്തിന് തനിക്ക് ലീഗലി പോകാൻ പറ്റാതെ ലോകം മുഴുവൻ ഇന്റർവ്യൂവിൽ പറഞ്ഞു നടന്ന് തനിക്ക് എതിരായി വരുന്ന ആൾക്കാരെ കൂടി വലിച്ചു താഴെയിട്ട് താൻ ഭയങ്കര സംഭവമായിട്ട് കാണിക്കുന്നത് ചെറ്റത്തരമാണ് സിബിനെ, ടു ബി ഫ്രാങ്ക്.